ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞാനൊരു ഇയറിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കൊരു ഇയറിംഗ് ഉണ്ടാക്കാം സിമ്പിളായിട്ട്. അതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സൊക്കെയാണിത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ഇതുപോലെ ഗ്ലൂ വെച്ചിട്ട് ഒരു കാർഡ്ബോർഡ് ഷീറ്റിൽ ക്ലോത്ത് ഒട്ടിച്ചെടുക്കുക ചെയ്യുന്നത്. അതുപോലെ 4 പീസ് ചെയ്തെടുക്കണം. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ ട്യൂട്ടോറിയൽ ഇതുപോലത്തെ വീഡിയോകൾ കണ്ടിട്ടാണ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം എന്ന് വെച്ചാൽ മുന്നേ ചെയ്തിട്ടുണ്ട്, ഷോർട്ട് വീഡിയോയിലുണ്ടായിരിക്കും. ഇത് ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തെറ്റുകളും എല്ലാം ഉണ്ട്, എല്ലാം ക്ഷമിക്കണം. എന്തെങ്കിലും ഡീഫോൾട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത പ്രാവശ്യം എന്തായാലും ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാം നമുക്കിതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരുമിച്ച് ഒട്ടിച്ചെടുക്കാൻ കുറച്ച് പാടുപെട്ടു. കാരണം അതിന് വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങളൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം കുറച്ച് അപാകതകളൊക്കെ പറ്റിയിട്ടുണ്ട്. കയ്യിൽ ഒരുപാട് പശയൊക്കെയായി. പിന്നെ സമയം ഒരുപാട് എടുത്തു അത് ഉണങ്ങിക്കിട്ടാനും. പിന്നെ കയ്യിലൊക്കെ ആയിട്ട് അതിലൊട്ടി പിടിച്ച് അതൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എക്സ്പ്രഷൻസ് കണ്ടാൽ തന്നെ അറിയാം. ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ട് തന്നെ എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനെ ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ ഒരുമിച്ച് ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള വേറെ കുറച്ച് സാധനങ്ങളാണ്. പിന്നെ അതിപ്പോൾ വീണ്ടും ഇതേപോലെ സ്റ്റോൺസും ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് അറേഞ്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് സ്റ്റോൺസും എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഈ ഗ്ലൂ എന്താ വെച്ചാൽ ഈ തുറന്ന് വയ്ക്കുമ്പോൾ അത് ഭയങ്കര ഡ്രൈ ആയി പോകുന്നു. വീണ്ടും നമ്മളത് യൂസ് ചെയ്യുമ്പം അത് കാരണം എപ്പോഴും എടുത്തതിന് ശേഷം വീണ്ടും അടച്ച് വയ്ക്കുക ചെയ്യുന്നത്. പിന്നെ ഇതുപോലെ എല്ലാം അറേഞ്ച് ചെയ്ത് സ്റ്റോൺസൊക്കെ വെച്ച് കുഞ്ഞു സ്റ്റോൺസൊക്കെ വെച്ച് നമ്മൾ ഒരു പോർഷൻ റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത പോർഷനും ഇതേപോലെ തന്നെ ചെയ്ത് വയ്ക്കുന്നു. പിന്നെ അതിന് ശേഷം അതിൻ്റെ ഒരു ഹാങ്ങിങ് വരുന്നൊരു ഭാഗമുണ്ട്, ഒരു കുഞ്ഞു പോർഷനും കൂടി ഉണ്ടായിരുന്നു. അതും ഇതുപോലെ തന്നെ സ്റ്റോൺ വെച്ച് അടച്ച് ചെയ്തു. അതിനുശേഷം ഇതുപോലെ തന്നെ ചെയ്തു. എല്ലാ വീഡിയോസിലും കാണുന്ന പോലെ അത്ര സിമ്പിളായിട്ടൊന്നും തോന്നിയില്ല. എല്ലാവരും എന്തൊരു ഭയങ്കര വലുതായിട്ടുള്ള എഫേർട്സൊക്കെ എടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നമുക്കത് ചെയ്യുമ്പോൾ മനസ്സിലാവും. കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നുമെങ്കിലും നമ്മളത് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ അറിയുന്നത്. ഞാൻ നല്ല അനുഭവിച്ചു. പിന്നെ എന്ന് പറയുക, ഇതുപോലെയൊക്കെ അറേഞ്ച് ചെയ്ത് ഞാൻ അകത്ത് ഉദ്ദേശിച്ച പോലെ ഒന്നും വന്നില്ല ഫ്രണ്ട്സ്. അതുകൊണ്ട് ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. എന്താ പറയുക, ആ ഒരു ഫിനിഷിങ് വന്നില്ല, ഫിനിഷിങ് ഒട്ടും വന്നിട്ടില്ല. എന്നാലും ഞാൻ എന്നെക്കൊണ്ട് ആവുന്നതുപോലെയൊക്കെ ഇതുപോലെ ചെയ്തെടുത്തു, ഒക്കെ അറേഞ്ച് ചെയ്തിട്ട്. പിന്നെ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. കുറേ ഫോൾട്ട്സ് ഉണ്ട്, എന്നാലും ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന രീതിയിൽ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ അത്രയേ ഉള്ളൂ, സബ്സ്ക്രൈബ് ചെയ്യണം.